Hi guys, welcome to my new video. I'm Dr. Cheryl. ഇന്ന് നമുക്ക് ഡാർക്ക് അണ്ടർആംസിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്സിലെ പിഗ്മെന്റേഷൻ. എസ്പെഷ്യലി നമുക്ക് പെണ്ണുങ്ങൾക്ക് സ്ലീവ്ലെസ് ഇടുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ കാണുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എംബാരസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഡാർക്ക് അണ്ടർആംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ഏരിയാസ് കുറച്ചുണ്ട്. നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, കഴുത്ത്, അണ്ടർആംസ് ഓക്കെ, ആ ഏരിയാസിലൊക്കെ നമുക്ക് ഡാർക്ക്നെസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഡാർക്ക് അണ്ടർആംസിന്റെ കോസസ്, അതിന്റെ കാരണങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ ഏറ്റവും മെജോറിറ്റി ആളുകളിലും ഡാർക്ക് അണ്ടർആംസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഫ്രിക്ഷൻ ആണ്. ഈ സ്കിൻ തമ്മിൽ ഉരസുന്നത്, അല്ലെങ്കിൽ തുണിയും നമ്മുടെ സ്കിന്നും തമ്മിൽ ഉരസുന്നതും ഒക്കെ. സോ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളിൽ ഇടുക്കുകളെല്ലാം കുറച്ച് ടൈറ്റർ ആയിരിക്കും. സോ ആ ഏരിയയിൽ ഡാർക്ക്നെസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ജേർണി കൂടെ പോയ ആളുകളാണെങ്കിൽ അവർക്ക് ഒത്തിരി ലൂസ് സ്കിൻ ഉണ്ടാകും. സോ ഈ സ്കിൻ തമ്മിൽ ഉരസിയിട്ടും ഡാർക്ക് അണ്ടർആംസ് ഉണ്ടാകാം. അതേപോലെ തന്നെയാണ് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നത്. അങ്ങനത്തെ ക്ലോത്ത്സ് ആംപിറ്റിന്റെ ഏരിയയിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയും ഡാർക്ക് അണ്ടർആംസ് ഉണ്ടാകാം. വേറൊരു റീസൺ, സെക്കൻഡ് റീസൺ ഡാർക്ക് അണ്ടർആംസിനുള്ളതാണ് നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, റാഷസ് ഒക്കെ നമ്മുടെ അണ്ടർആംസിൽ വന്നതിന് ശേഷം അത് ഹീൽ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡാർക്ക്നെസ്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണമാണ് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഷുഗർ വരുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജാണ്. നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത് ബോഡിയിൽ. ആ ഇൻസുലിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇടുക്ക് ഭാഗങ്ങളിലെല്ലാം ഡാർക്ക്നെസ് ഉണ്ടാവും. അത് അണ്ടർആംസിൽ മാത്രമല്ല വരുന്നത്, നമ്മുടെ കഴുത്തിന്റെ ബാക്കിൽ, ബ്രസ്റ്റിന്റെ താഴെ, അണ്ടർആംസിൽ, പ്രൈവറ്റ് പാർട്സിൽ ഒക്കെ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടാകും. അത് വളരെ കട്ടിയുള്ള തൊലിയുമായിരിക്കാം. സോ ഇപ്പൊ റീസൺസ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇത് വരാതിരിക്കാനും ഇത് കുറയ്ക്കാനും. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഹെയർ റിമൂവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അണ്ടർആംസിൽ ഹെയർ റിമൂവ് ചെയ്യുമ്പം എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഷേവിങ് അല്ലെങ്കിൽ ലേസർ ഹെയർ റിഡക്ഷൻ ആണ്. ഷേവിങ് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അണ്ടർആംസിന് ഒരു ഷേവിങ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഷേവ് ചെയ്യുക. നൗ ലേസർ ഹെയർ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ബിക്കോസ് ലേസർ നമ്മുടെ ഹെയറിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുമല്ല, ഒരു 80% റിഡക്ഷൻ ഉണ്ടാവും ഹെയർ ഗ്രോത്തിൽ. അതുപോലെ ഗ്രോ ചെയ്യുന്ന ഹെയർ വളരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരിക്കും, അപ്പോൾ അത്ര ഡാർക്ക് ആയിട്ട് അപ്പിയർ ചെയ്യില്ല. അതേസമയം വാക്സ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ എപ്പിലേറ്റർ ഉണ്ടല്ലോ, ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം, വാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വാക്സ് സ്ട്രിപ്സ് അല്ലെങ്കിൽ വാക്സ് ചെയ്യുന്ന ആ മെറ്റീരിയൽ ഭയങ്കര ഹോട്ട് ആയിരിക്കും. സോ ചെറിയ ചെറിയ പൊള്ളലുകൾ ഉണ്ടാകാനും അത് അപ്ലൈ ചെയ്തതിന് ശേഷം വലിച്ചു ഊരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്രേക്കേജും ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ആയിട്ട് ഹീൽ ചെയ്യുന്ന സമയത്ത് അത് ഡാർക്ക്നെസ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാതിരിക്കുക. സ്പ്രേ ഡിയോഡ്രൻസ് വളരെ പ്രഷറൈസ്ഡ് ആണ്. ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രഷറിൽ വന്ന് ഏൽക്കുമ്പോൾ ചെറിയ ചെറിയ ട്രോമ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അണ്ടർആംസിൽ. അതേപോലെ തന്നെ അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണ്. ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളത് ഡാർക്ക്നെസ് ഉണ്ടാക്കാനായിട്ടുള്ള വേറൊരു റീസൺ ആണ്. നൗ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നത് റോൾ ഓൺസ് ആണ്. റോൾ ഓൺസ് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും, അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളതും ആയിരിക്കില്ല. എനിക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്, വളരെ നല്ല റോൾ ഓൺസ് കുറച്ചുണ്ട്. വിഷ് കെയറിന്റെ റോൾ ഓൺ ഉണ്ട്, കെമിസ്റ്റഡ് പ്ലേയുടെ റോൾ ഓൺ ഉണ്ട്, നിവ്യയുടെ റോൾ ഓൺ ഉണ്ട്. ഇതെല്ലാം വളരെ നല്ല റോൾ ഓൺസ് ആണ്. ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം താഴെ. അതുപോലെ തന്നെ നൗ ദ നെക്സ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ആംപിറ്റ്സിൽ ഒന്നീ ലൂസായിട്ട് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഫ്രിക്ഷൻ കുറഞ്ഞു കിട്ടും. സോ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് അണ്ടർആംസ് ഡാർക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ചോദിക്കുന്നത് അവരുടെ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് അവർ അണ്ടർആംസിന് വേണ്ടി ചെയ്യുന്നത്, ഹെയർ റിമൂവൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് ടൈപ്പ് ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ആ പോയിന്റ്സ് എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും നമ്മുടെ പിഗ്മെന്റേഷൻ അണ്ടർആംസിൽ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് ആണെങ്കിൽ, അതായത് അണ്ടർആംസ് മാത്രമല്ല ബാക്കിയുള്ള ബോഡി ഇടുക്കുള്ള ഏരിയാസിലും ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗറും കഴിച്ചു കഴിഞ്ഞുള്ള ഷുഗറും നോക്കണം. നോക്കിയിട്ട് നമുക്ക് അത് ഷുഗർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യാം. ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കുമ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കുറയും. അത് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഡ്രമാറ്റിക്കലി നമ്മുടെ ഈ പിഗ്മെന്റേഷൻ, ഈ ഡാർക്ക് അണ്ടർആംസ് അല്ലെങ്കിൽ ഇന്നർ തൈ ഡാർക്ക്നെസ് എല്ലാം നന്നായിട്ട് മാറും.
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ അണ്ടർ ആംസ് വളരെ മൈൽഡായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് വളരെ സോപ്പ് വെച്ചിട്ട് സാധാ ഒരു മൈൽഡ് സോപ്പ് വെച്ചിട്ട് വെള്ളവും സോപ്പും വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കുക. സ്ക്രബ്സ് യൂസ് ചെയ്യാനേ പാടില്ല. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടയറുകൾ ഉണ്ടായിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ ഡാർക്കാവും. സോ അതുകൊണ്ട് വളരെ മൈൽഡായിട്ടുള്ളൊരു സോപ്പ് വെച്ച് ജെന്റിലായിട്ട് അതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുളിച്ചിറങ്ങിയതിന് ശേഷം നമ്മളൊരു റോൾ ഓൺ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അണ്ടർ ആംസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് പിഗ്മെന്റേഷന്. സോ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പിഗ്മെന്റേഷനുള്ള ക്രീമാണ്. അത് 6%ഉം 12%ഉം കിട്ടും. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ടോളറൻസ് ലെവൽ അനുസരിച്ചിട്ട്. നമ്മൾ എപ്പോഴും തുടങ്ങുമ്പം എന്ത് കെമിക്കൽ ആണെങ്കിലും ഒരു ചെറിയ കോൺസെൻട്രേഷൻ, അതായത് 6% ഉള്ളതായിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലൈക്കോ A, ഗ്ലൈക്കോ 6, ഗ്ലൈക്കോ 12 എന്നൊക്കെ പറഞ്ഞ് ക്രീംസ് അവൈലബിൾ ആണ്. ഞാൻ അഗൈൻ ലിങ്ക് താഴെ പിൻ ചെയ്യാം. സോ ഈ ക്രീംസ് എല്ലാം പിഗ്മെന്റേഷന് ഹെൽപ്പ് ചെയ്യും. ഇത് രാത്രി മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം രാവിലെ എണ്ണിച്ചത് വാഷ് ചെയ്ത് വളരെ മൈൽഡായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം റോൾ ഓൺസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ എന്ത് ക്രീം യൂസ് ചെയ്താലും എപ്പോഴും ഒരു ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ എല്ലാവരും എപ്പോഴും എല്ലാ സ്കിൻ കണ്ടീഷൻസിനും ചോദിക്കുന്ന പോലെ ഹോം റെമഡീസിൽ ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ, അതായത് കിളിച്ച മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച്, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള മഞ്ഞൾ എന്നാണ് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഉണക്കി പൊടിച്ച് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് തൈര് കേർഡും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് പോലെ ആക്കി ഒരു 15 to 20 മിനിറ്റ്സ് നമ്മുടെ അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കോൾഡ് വാട്ടർ വെച്ച് കഴുകി കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഒരു വീക്ക്ലി 3 or 4 ടൈംസ് ചെയ്ത് ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ നല്ല വ്യത്യാസം കാണും. പിന്നെ അതേപോലെ തന്നെയാണ് ഹണിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തും നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാം. എല്ലാവരും പറയുന്നത് ലൈം അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ്. വളരെ നല്ല ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് ലൈം. പക്ഷേ നമ്മളത് അണ്ടർ ആംസ് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. 1-2 തുള്ളി കേർഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് ബെറ്റർ ലൈം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം ലൈം നമ്മുടെ അണ്ടർ ആം സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ പപ്പായ വെറുതെ മാഷ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇതുപോലെ ഒരു 20 മിനിറ്റ്സ് എല്ലാ സ്കിൻ പാക്സും ഒരു 15 to 20 മിനിറ്റ്സ് യൂസ് ചെയ്ത് കോൾഡ് വാട്ടർ വെച്ച് കഴുകിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇതിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, വളരെ തിക്കായിട്ട് ഡാർക്ക് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു ലാക്റ്റിക് ആസിഡ് ലോഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് നൈറ്റിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡിന്റെ നേരത്തെ പറഞ്ഞ പോലത്തെ ക്രീംസ് യൂസ് ചെയ്യാം. അതേസമയം തിക്ക് സ്കിൻ അല്ല, ഡാർക്ക്നെസ് മാത്രമാണുള്ളെങ്കിൽ കോജിക് ആസിഡ് ക്രീമും വളരെ നല്ലതാണ് ഡീപ് പിഗ്മെന്റേഷന് വേണ്ടി. സോ കോജിക് ആസിഡ് ക്രീം രാവിലെയും വൈകിട്ടും യൂസ് ചെയ്തിട്ട് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം വീക്ക്ലി 2 മാത്രം യൂസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ അണ്ടർ ആംസ് ക്ലീൻ ആവാനും ഗ്ലോ ചെയ്യാനുമുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയെന്നും പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. Thank you for watching my video. And if you like my video, please subscribe and press that bell icon for updates on new videos. Bye.